തിരുവനന്തപുരം വിതുരയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗിയായ ആദിവാസി യുവാവ് മരിച്ചെന്ന് പരാതി. വിതുര സ്വദേശി ബിനുവാണ് മരിച്ചത്. രോഗിയുമായി പോയ ആംബുലൻസ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞെന്നാണ് പരാതി. ആംബുലൻസ് തടഞ്ഞതുമൂലം രോഗി ചികിത്സ വൈകിയെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ഓട്ടോ വിളിച്ചാണ് ഇദ്ദേഹത്തെ വിതുര ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. എത്തിക്കുമ്പോൾ കട്ടിംഗ് സ്റ്റേജ് എന്ന അവിടുത്തെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടുത്തെ ഓഫീസർ ജീവനക്കാർ തന്നെ 108 ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണം എന്ന് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 108 ആംബുലൻസിൽ കയറുമ്പോഴാണ് ഒരു കൂട്ടം വിതുര മണ്ഡലം കമ്മിറ്റിയുടെ കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞ് ഒരു അരമണിക്കൂറോളം അവർ ആ വാഹനം തടഞ്ഞ് അവിടെ ഇട്ടിരുന്നു. പക്ഷേ ആ അരമണിക്കൂർ വാഹനം അവിടെ ഇട്ടിടുകയും 20 മിനിറ്റിന് മുമ്പ് ഈ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഈ വിനുകുമാറിനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ വരുന്നത്. ഇവിടെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്നവർ ഇത്രയുള്ള പാവങ്ങളുടെ കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ അടിയന്തര നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, സാധാരണഗതിയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആംബുലൻസ് കടത്തിവിടാനുള്ള ശ്രദ്ധ ഉണ്ടാകാറുണ്ട്. ഇവിടെ കോൺഗ്രസിനെതിരെ വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ബിനു ഒരു ആസിഡ് കുടിക്കുന്നത്. ആസിഡ് കുടിച്ചതിന് ശേഷം അദ്ദേഹത്തെ ബന്ധുക്കൾ ഈ വിതുര മണലി കല്ലംകുടിയിലുള്ള സെറ്റിൽമെൻറ്റിൽ നിന്നും വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നത്. കോൺഗ്രസ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധം പ്രധാനമായും വിതുര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, അതിനോടൊപ്പം തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ രോഗികളെ ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിതുര താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധമുണ്ടായത്. ഇതിനിടയിലാണ് ബിനുവിനെ ആ ആശുപത്രിയിൽ കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ ബിനുവിനെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആംബുലൻസ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുകയും ചെയ്തു എന്നുള്ള ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നത്. അതിനുശേഷം ബിനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പിന്നീട് വൈകിട്ടോടുകൂടി ബിനു മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ബിനുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ ആംബുലൻസ് തടഞ്ഞു. അതുകൊണ്ട് രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്നാണ് ബിനു മരിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ പ്രതികരിക്കുന്നത് തങ്ങൾ ബിനുവിനെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആംബുലൻസ് അല്ല തടഞ്ഞത്, അതിനു മുൻപ് തന്നെ ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നു, രോഗിയില്ലാത്ത ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നു, ഈ ആംബുലൻസിന് മുന്നിലാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തിയത്. അതിനോടൊപ്പം തന്നെ രോഗി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രോഗിയെ കൊണ്ടുപോകാനുള്ള സമയത്ത് തന്നെ അതിനു വേണ്ടത്തക്ക എല്ലാ ക്രമീകരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ പ്രതികരിക്കുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ സംഘം നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ബിനുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തെ വിതുര മണലിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതശരീരം സംസ്കരിക്കും. അതിനുശേഷം പോലീസിന് പരാതി നൽകാനാണ് ഇപ്പോൾ ബന്ധുക്കളുടെ തീരുമാനം. അഖില, കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത നേതാക്കളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തും. തിരുവനന്തപുരത്ത് വെച്ച് ജൂലൈ 23-നാണ് ചർച്ച. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ ചർച്ചയിൽ തീരുമാനങ്ങളിലൊന്നും മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചയിൽ ഇനി എന്തൊക്കെയായിരിക്കും വരിക? വിശദാംശങ്ങൾ. അഖില, ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് സമസ്ത നേതാക്കളുമായി മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റ് തലത്തിലുള്ള എല്ലാവരുമായി ഈ വിഷയം ചർച്ച ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 23-ന് സമസ്ത ഉൾപ്പെടെയുള്ള സ്കൂൾ നടത്തുന്ന ആളുകളുമായി എല്ലാം സർക്കാർ ചർച്ച നടത്തും. ഇതിനകത്ത് പ്രധാനമായും ഉയർന്നിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഈ അരമണിക്കൂർ സമയം, സ്കൂളിന്റെ പ്രവർത്തന സമയത്തിൽ അരമണിക്കൂർ വന്ന മാറ്റം, അതിനകത്ത് പുനഃപരിശോധന വേണമെന്നുള്ളതാണ്. രാവിലെ 15 മിനിറ്റ് മുമ്പ് ക്ലാസുകൾ തുടങ്ങുന്നതിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. അത് പിൻവലിക്കണം എന്ന് തന്നെയാണ് സമസ്ത ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ വലിയ തോതിലുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്നത് ആവശ്യപ്പെടുന്നു. കാന്തപുരം വിഭാഗമാണെങ്കിലും അതിനകത്ത് ആലോചന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ പരസ്യ പ്രതിഷേധങ്ങൾക്കൊന്നും തന്നെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ സർക്കാർ ഇതിനകത്ത് മാറ്റം വരുത്തണമെന്ന നിലപാട് തന്നെയാണ് അവരുള്ളത്. എന്തായാലും സർക്കാർ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു ദിവസം അരമണിക്കൂർ അധികം ക്ലാസ് എടുക്കുക എന്നുള്ളത് സ്കൂൾ സമയത്ത്
നിലനിർത്തുക എന്നുള്ളത് ഉറച്ചു നിൽക്കുന്നു എന്ന് മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത് 15 മിനിറ്റ് രാവിലെ നേരത്തെ തുടങ്ങുന്നത് മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ വൈകുന്നേരത്തേക്കോ അതല്ല എങ്കിൽ ഉച്ച സമയത്തോ എങ്ങനെയാണ് അതിനകത്ത് മാറ്റം വരുത്തുക, പ്രായോഗികമായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമസ്ത കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സർക്കാർ ഇതിനകത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് സമസ്ത ഏകോപന സമിതിയും കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. എന്തായാലും 23-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ആരംഭിക്കുകയാണ്. സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ഇതിനെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ച തീരുമാനിച്ചിട്ടുള്ളത്. ശരി പ്രസാദ്, സമസ്ത നേതാക്കളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്കൊരുങ്ങി. 23-ാം തീയതിയായിരിക്കും ആ ചർച്ച നടക്കുക. അതിൽ എന്തൊക്കെ ഉരുത്തിരിയുമെന്നതാണ് ഇനി കാണേണ്ടത്. നോക്കാം.